ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പിസ്സേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം, ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു അര സ്പൂണ് പഞ്ചസാര, ഒരു 1/4 സ്പൂണോളം ഈസ്റ്റ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തു കൊടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം നമുക്ക് പോരെങ്കിൽ വേറെ സാധാരണ വെള്ളവും കൂടി ചേർത്ത് കുറച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ ഒരു ഉരുളയാക്കി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് കൂടി കുഴച്ചെടുത്ത് നമുക്കിനി ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് കുത്തി കൊടുത്തതിന് ശേഷം ഞാനിത് എയർ ഫ്രയറിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേലെ എല്ലാം കൂടി വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോസെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറുതായിട്ട് പിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും സ്കൂളൊക്കെ വിട്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അലങ്കാരപ്പണികളൊക്കെ മോളായിരിക്കും ചെയ്യുന്നത്. സവാള എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു അല്പം ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയോ എന്നറിയാൻ വേണ്ടി ആൾ ടേബിളിൻ്റെ മേലെല്ലാം കയറി കാത്തിരിക്കുകയാണ്. ഇത്രയായതിനു ശേഷം നമുക്കിനി നമ്മുടെ എയർ ഫ്രയറിലേക്ക് മാറ്റാം. ഇനി ഞാൻ എയർ ഫ്രയറിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് 180 ഡിഗ്രിയിൽ ആക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല, എന്നാലും നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവുക. എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.